ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ, നമ്മൾ എന്താ പറയുക, നമുക്ക് ഒരു എൻഡിങ്, അതായത് ലാസ്റ്റ് വീക്ക് ഫ്രൈഡേയിലെ എൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് നമുക്ക് ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഈവൻ ഫുൾ വീക്കാണ് ഇനി വരുന്നത്. അപ്പോൾ ആ വീക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് വീക്കിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനൊരു നിഫ്റ്റിയിലാണെങ്കിൽ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയും. ആ ഒരു ക്ലോസിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിനെ സംസാരിക്കാം. ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ മാതിരി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലൊക്കെയാണ് അവിടെ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ പലരും പല കാര്യങ്ങളും മാർക്കറ്റിന് എലക്ഷൻ എക്സിറ്റ് പോൾ വന്നതിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ചാടിക്കയറുന്നതിന് മുമ്പ് ഈ വീഡിയോ എന്തായാലും ഒന്ന് കാണുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സംശയം ചോദിച്ചായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എക്സ്പയറി ഡേയിന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി ആ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അനീഷ് ബ്രോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ബൈയിങ് ദ പ്രീമിയം ഈസ് ടു മച്ച്, ഹൗ മച്ച് ടൈം ഇറ്റ് മേ ടേക്ക് ടു സെറ്റിൽ ദ പ്രീമിയം ഇൻ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ അതായത് നമുക്കറിയാം വിക്സ് നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്സ് സെറ്റിലാകുമ്പോൾ മാത്രമായിരിക്കണം, അതായത് വിക്സ് ഒന്ന് കുറഞ്ഞാൽ മാത്രമായിരിക്കുള്ളൂ നമുക്ക് പ്രീമിയത്തിൻ്റെ ഈ ഒരു സ്പൈക്ക് കുറയാം. അപ്പോൾ വിക്സ് എപ്പോഴാണ് കുറയണം? മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. അൺസർട്ടനിറ്റി ഇല്ലാണ്ടാവുന്നത് നമുക്ക് എലക്ഷൻ റിസൾട്ട് വന്നതോടുകൂടി ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിന്നിങ് ഉണ്ട് എങ്കിൽ, ഒരു ഭൂരിപക്ഷം, അത് BJP ആയിക്കോട്ടെ, അല്ലാത്ത മീൻസ് ഇന്ത്യ പാർട്ടി ആർക്കായിക്കോട്ടെ, അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ വിക്സ് ലോ ആവും. അപ്പോൾ പ്രീമിയത്തിൻ്റെ ഈ ഒരു സ്പൈക്കിങ് ശരിക്കും ഡൗൺ ആവുകയും ചെയ്യും. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഹാങ്ങിങ് പാർലമെൻറ്റാണ്, അതായത് ഒരു നല്ല ഭൂരിപക്ഷം രണ്ട് പേർക്കും ഇല്ല എങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഹാങ്ങിങ് പാർലമെൻറ്റ് വരും. അതുപോലുള്ള സീനാരിയോ തന്നെയാണെങ്കിൽ വിക്സ് ഇനിയും സ്പൈക്കാവും. പറഞ്ഞാൽ ഓൾറെഡി 20-25 ഒക്കെ ആയിട്ടുള്ളൂ. വിക്സ് 30-40 ഒക്കെ പോകാൻ അധികം സമയമൊന്നും വേണ്ട. വിക്സിന് ഒറ്റ സ്പൈക്കിങ് വന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിക്സ് സ്പൈക്ക് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഓപ്ഷൻ ബൈയിങ്ങിലേക്കോ ഒന്നും പോകാണ്ട് നിൽക്കുക, മീൻസ് മാക്സിമം മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും അവിടെ നല്ല റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അനീഷ് ബ്രോ ഒരു കാര്യം ചോദിച്ചത്. പിന്നെ താരിഖ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ചോദിച്ചത്, ബ്രോ വിക്സ് ഇത്രയും ഹൈ ലെവൽ ആയതുകൊണ്ട് സെല്ലേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. നമുക്കൊരു നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണെന്ന് പറയാം അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വിക്സ് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് വിക്സ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്സ് ലോ ആവാണ്ട് നമുക്ക് സെല്ലേഴ്സിന് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അൺലിമിറ്റഡ് റിസ്ക്കാണ്. ഒരാളൊരു ഓപ്ഷൻ ബൈ ചെയ്യണം, ഇനി അതിനൊരു 100 രൂപീസ് ഉണ്ടെങ്കിൽ ആ 100 രൂപീസിൻ്റെ ലോസേ വരുള്ളൂ. മീൻസ് ഒരു ഓപ്ഷൻ ബൈ ചെയ്താൽ, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ അടുത്ത് 100 രൂപീസിൻ്റെ സെല്ല് ചെയ്താൽ അത് എത്രയും വരെയും പോവാം. മീൻസ് 1000 പോവാം, അതിലും പ്ലസ് പോവാം. മീൻസ് അതിന് അൺലിമിറ്റഡ് ആണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. മീൻസ് ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് അത്രയും 100 രൂപീസിൻ്റെ റിസ്ക് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇങ്ങനെ വിക്സിൽ, അതായത് ഇനി ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടല്ല നമ്മുടെ റിസൾട്ട് നിൽക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു 50-50 ഒക്കെയാണ് നമുക്ക് നിൽക്കുന്നതെങ്കിൽ വിക്സ് ഷൂട്ടപ്പ് ആവും. ഷൂട്ടപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും പൊസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ലോസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി അപ്പോൾ ഒരു 11-12 o'clock വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വിക്സ് ഒന്ന് ലോ ആവുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ട്രെൻഡ് ഉണ്ട്, വിക്സ് ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ട് അയൺ കോൺട്രോ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് അപ്പോൾ വേണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിനെ പറ്റി ബിക്കോസ് ട്രെൻഡ് കൺഫേം ചെയ്താൽ, ട്രെൻഡ് ഉണ്ടെങ്കിൽ വിക്സ് എന്തായാലും അതിൽ താഴെ, മീൻസ് അൺസർട്ടനിറ്റി ഇല്ലല്ലോ. അപ്പോൾ മാർക്കറ്റ് മാക്സിമം അതനുസരിച്ച് മീൻസ് വിക്സ് ഒന്ന് കുറച്ചൊന്ന് സെറ്റിൽ ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. വിക്സ് കുറഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റും കൂടി പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കാര്യങ്ങളാണ്. എനിവേ താങ്ക്സ്. ഞാനിത് ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആ കാര്യങ്ങൾ ചോദിച്ചു. ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് ചോദിച്ചതിന്. ഇനി നമുക്ക് നമ്മുടെ ക്വിക്കായിട്ടുള്ള നമ്മുടെ അനാലിസിസിലേക്കൊക്കെ പോകാം. ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ഫ്രൈഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈവൻ സോൺ ടു സോൺ മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഫ്രൈഡേ ഉണ്ടായത്. നിഫ്റ്റിയിലും കാണാം, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്ക് സോൺ ടു സോൺ മൂവ്മെൻ്റ് ആണ്. പിന്നെ അത് ഞാൻ പറഞ്ഞു,
പറഞ്ഞു ഇനി ഒരുപാട് സമയം കളയുന്നില്ല. ഫ്രൈഡേയിലെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. ഇന്നത്തെ ക്ലോസിങ് നമുക്ക് നല്ലൊരു ക്ലോസിങ്ങിനെ എല്ലാം തന്നേക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ആ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി നമുക്കിന്ന് കുറച്ചൊന്ന് കൂടുതലായിട്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ഈ ഒരു ക്ലോസിങ്ങിനെ പറയുന്ന പേരാണ് ഡാർക്ക് ക്ലൗഡ് കവർ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് മാർക്കറ്റ് നല്ല ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ പോകായിരുന്നു. ഈവൻ നല്ല ഒരു ചാനൽ ഉണ്ടായിരുന്നു, ചാനൽ ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടും മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിങ് തന്നെയായിരുന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ കാണാം അപ് ട്രെൻഡിങ് സ്ട്രക്ചർ പോകുന്നതായിട്ട് കാണാം. വൺസ് ഒരു ഹൈ എടുത്തു, ലോ എടുത്തു, ഹൈ എടുത്തു, ലോ എടുത്തു, വീണ്ടും ഒരു ഹൈ ആണ് എടുത്തേക്കുന്നത്. അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൻ്റെ എൻഡിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് എവിടെ ലാസ്റ്റ് ഒരു ഹൈ എടുത്തേക്കുന്നത്, ലാസ്റ്റത്തെ ഹൈ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, നമ്മളത് ഡ്രോ ചെയ്ത് വരാം. ഹൈ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കിയ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു റെഡ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ മേളിൽ മാർക്കറ്റിന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലേ. അതായത് ഇവിടുത്തെ ഒരു ഹൈ എടുക്കാൻ പോയി, റിജക്ഷൻ വന്നു, വീണ്ടും ഒരു ഹൈന് വേണ്ടി ഇവിടെ പോയിട്ടുണ്ട്, അവിടെ നിന്ന് റിജക്ഷൻ വന്നു. ലാസ്റ്റത്തെ വീക്കിന് മുമ്പുള്ള ഒരു വീക്ക് ഇവിടെ നമുക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ഒരു ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺഫേം ആയിട്ടുള്ള ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ലാസ്റ്റ് വീക്ക് എന്തായി, ഈ ക്യാൻഡലിൻ്റെ മുകളിലാണ് അവിടെ ഓപ്പൺ ആയത്. എന്നിട്ട് അത് ത്രൂ ഔട്ട് ഫാളായിരുന്നു. ഈവൻ ഈ ക്യാൻഡിലിൻ്റെ ഹാഫിൽ കൂടുതൽ 50% ലോവിലായിട്ടാണ് എന്താക്കുന്നത് ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത്. അങ്ങനെ പറയുന്ന ഒരു ഡബിൾ ക്യാൻഡിൽ, രണ്ട് ക്യാൻഡിലിൻ്റെ ഫോർമേഷനാണ് പറയുന്നത് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് ക്ലൗഡ് കവർ വന്നാൽ അതിൻ്റെ സൂചന തന്നെ ഒരു അപ് ട്രെൻഡിങ്ങിന് എൻഡായി എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. ഈവൻ അതൊരു ബീറിഷ് എൻഗൾഫിങ് ക്യാൻഡിലല്ല. അതായത് ചാൻസസ് ഹൈ ആയിട്ട് നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വൺസ് മാർക്കറ്റ് ഈ പ്രൈസിൻ്റെ, അതായത് നമുക്ക് എവിടെയാണോ ഇവിടെ നമുക്ക് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് ആ ലൈനൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇവിടെയാണ് ക്ലോസിങ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി ഒന്ന് നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ പോയി നോക്കുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വരച്ച എവിടെയാണ് ഈ ഒരു ക്യാൻഡിലാണല്ലേ. അതായത് ഇവിടെ ക്യാൻഡിൽ വന്നു, ഇൻഡിസിഷൻ ക്യാൻഡിലൊക്കെയാണ് വന്നേക്കുന്നത്. ഇവൻ മാർക്കറ്റിൻ്റെ താഴെ വരുന്നുണ്ട്, ഇവിടെ നിന്ന് ക്വിക്കായിട്ട് റീബൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വൺസ് ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഇവിടെ ഒരു ക്ലോസിങ് കിട്ടി 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. എന്നിട്ട് ഇവിടെ ഒരു റീടെസ്റ്റും തന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ, നിഫ്റ്റി പോവുകയാണെങ്കിൽ അത് ബീറിഷ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയിലുള്ള ഒരു ഒരു എൻഡിങ്. അതായത് ഇവിടെ നിന്ന് ഈ ഒരു പ്രൈസ് ലോ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി താഴേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലെവൽ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് കുറച്ചും കൂടി നേരത്തെ നമ്മുടെ ആ ട്രെൻഡിനെ മനസ്സിലാക്കി ഇരിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഈ ഒരു ലെവലൊന്ന് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി തന്നെ ട്രൈ ചെയ്യാനേ പറയുള്ളൂ. ബിക്കോസ് ഒരു ഡൗൺ ട്രെൻഡിങ് ഫോം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ശരിക്കും ഫാൾ ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ലോസ് വെക്കണമെങ്കിൽ മാർക്കറ്റ് വൺസ് ഇതിൻ്റെ മേളിലേക്കൊക്കെ പോകണം. ഈവൻ 22,800 ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താവുന്നുള്ളൂ, ഈവൻ 23,000 മേളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് ഇതിന് ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നമുക്ക് താഴേക്ക് തന്നെ പോകാനുള്ള അതിന് പോകാനുള്ള ചാൻസാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അതാണ് ഡാർക്ക് ക്ലൗഡിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും അങ്ങനെ തന്നെ ആയിരുന്നു, നല്ലൊരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറൊക്കെ ആയിരുന്നു പോയത്. വൺസ് ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, പിന്നെയും ഈ ഒരു ലോ വന്നിട്ട് പിന്നെയും ഒരു അപ് ട്രെൻഡിങ്ങിൽ തന്നെ പോയിട്ട് നമുക്ക് ഈ ഒരു ഹൈയിൽ വെച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യാനായിരുന്നു ബാങ്ക് നിഫ്റ്റി കുറേ നേരം ട്രൈ ചെയ്തത്.
ബട്ട് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ക്ലിയർ ക്ലോസിങ് അവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് കാണാം ഒരു റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഇവിടെയും തന്നത്. ഇവിടെ നമുക്ക് എന്തായാലും നമ്മൾ ഒരു വീക്ക് ക്ലോസിങ് അങ്ങനെയാണ് ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ കുറച്ചും കൂടി ലോ എടുത്ത് ഒരു ഹാമർ പാറ്റേൺ ഒരു റിവേഴ്സിങ് ക്യാൻഡിലൊക്കെ സൂചിപ്പിച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ സൂചിപ്പിച്ച് ഇവിടെ നമുക്ക് എന്താണ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ഹൈ മാർക്ക് ചെയ്യണം. അതായത് ലാസ്റ്റ് വന്ന ഒരു ഹൈ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് ഓൾമോസ്റ്റ് 50,000 നിയർ ബൈ ആണ്. അപ്പം ഇതിൻ്റെ മേളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ്, ഈവൻ വീക്ക്ലി ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആവുമെന്ന് പറയുന്നുള്ളൂ. പിന്നെ അതല്ല, ഇവിടെ നമുക്ക് ഇനിയും അതായത് ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിൻ്റെ താഴെ നമുക്കൊരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ ഈ ട്രെൻഡും നമുക്ക് ഓൾമോസ്റ്റ് അവസാനിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും അങ്ങനെയാണെങ്കിൽ എന്താവും, നമുക്ക് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഇൻഡിസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽ നോക്കുക, 50,000 മേളിൽ നോക്കുക, താഴെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ലെവൽ തന്നെ നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് 48 എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ താഴേക്കാണ് കണ്ടിന്യൂ ചെയ്ത് വന്നേണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും നമുക്കൊരു ബെയറിഷ് അപ്രോച്ച് എടുക്കാം. അപ്പോൾ ബുള്ളിഷ് അപ്രോച്ച് എടുക്കുന്നത് 50,000 എബോവ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചാണ് നമ്മൾ അനാലിസിസ് ചെയ്തത്. ഓൾറെഡി എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യമില്ല, ബിക്കോസ് ഈവൻറ്റ് വീക്കാണ് വരുന്നത്. അപ്പോൾ അറ്റ് ദ മണിയിലൊന്നും ഒരുപാട് കോളോ പുട്ടോ ഒന്നും ബിൽഡ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് മാക്സിമം കോൾ റിട്ടേൺ മാത്രമാണുള്ളത്. ഓൾമോസ്റ്റ് 23,000 ആണ് നമ്മൾ പറഞ്ഞ ലെവലാണ്. അതിന് ശേഷം എല്ലാ സ്ഥലത്തും ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണുന്നത്. വലുതായിട്ടൊന്നും ആരും ഹോൾഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഇവൻറ്റിന് വേണ്ടി തന്നെ റെഡിയായി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് മാർക്കിങ് കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ പറഞ്ഞ ആ ലെവൽസ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിലുള്ളത്. മാക്സിമം കോൾ റിട്ടേൺ ആണ്. അറ്റ് ദ മണിയിലല്ല, 23,500 പോയിൻ്റ് അവേ ആയിട്ടാണ് നിൽക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റിക്കും മാക്സിമം കോൾ റൈറ്റിംഗ് തന്നെയാണ് ഉണ്ടാകുന്നത്, 50,000 ദെൻ പിന്നെ നമുക്ക് പുട്ട് ഓപ്ഷനിൽ അത്ര റൈറ്റിംഗ് വരുന്നില്ല. ഈവൻ 49,000 ഒന്ന് പ്ലസ് പോകാൻ ശ്രമിച്ചെങ്കിലും പുട്ട് ഓപ്ഷനിൽ നല്ല റൈറ്റിംഗ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈവൻ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ 49,000 48,500 കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ നമുക്ക് നല്ലൊരു റാലി കിട്ടണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 50,000 ബ്രേക്കിംഗ് കിട്ടണം, എന്നാൽ മാത്രമായിരിക്കും റാലി കിട്ടേണ്ടത്. ആൻഡ് 48 ബിലോ നമുക്ക് നല്ലൊരു ബീറിഷ് സെൻറ്റിമെൻറ്റും ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മാക്സിമം ഇതിൻ്റെ ഇടയിലൊരു കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ചാൻസും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്ന രണ്ട് ലെവൽസ് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വിക്കായിട്ട് FIDA ഡാറ്റ നോക്കാം. അവരുടെ പൊസിഷൻസ് ഒന്ന് നോക്കിയേക്കാം. ഫ്രൈഡേ അവർ നോക്കാൻ നേരത്ത് അവർ ലോങ്ങിലേക്കൊന്നും ലോങ്ങിലേക്കൊന്നും പോയിട്ടില്ല. ഈവൻ സെല്ലിങ്ങിലൊന്ന് കുറച്ചിട്ടുണ്ട്. അതായത് ഷോർട്ടായിട്ടുള്ള കോളും പുട്ടും അവരൊന്ന് കുറച്ചിട്ടുണ്ട്. തേഴ്സ്ഡേയുടെ അത്രയും ഷോർട്ട് ചെയ്തിട്ടില്ല. ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സ്റ്റിൽ സെൽ സൈഡ് തന്നെയാണ്, ബട്ട് സ്ലൈറ്റ്ലി കുറച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഒന്ന് പോസിറ്റീവ് ആകാൻ നോക്കിയത് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. മീൻസ് ലോങ് അൺവൈൻഡിങ് തന്നെയാണ്. ആൻഡ് സെല്ലിങ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ FISനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സൈഡ് വേസ് ടു നെഗറ്റീവ് ആയിട്ടാണ് FISൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്. ആൻഡ് DISൻ്റെ പ്രോയിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അവർ പോസിറ്റീവിലേക്ക് വരാൻ നോക്കി ലോങ് കോളും ലോങ് പുട്ടായിരുന്നു. അവർ ഇപ്പോൾ രണ്ടും അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അൺവൈൻഡ് ചെയ്തേക്കുന്നത് കോളാണ്. അപ്പോൾ പുട്ട് അത്രയും അൺവൈൻഡ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ബെയറിഷ് സെൻറ്റിമെൻറ്റ് കാണുന്നുണ്ട്.
ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയിങ് ഫ്രൈഡേ കുറച്ച് മാത്രമേ ബൈ ചെയ്തിട്ടുള്ളൂ, നെഗറ്റീവായിട്ട് കാണാം. OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ നെഗറ്റീവായിട്ട് കാണാം, ബിക്കോസ് ലോങ്ങിലേക്ക് അവർ പുട്ട് വന്നിട്ടുണ്ട്, കോൾ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ OA ഇൻഡെക്സ് ഓപ്ഷൻസിലാണ് ഞാൻ പറഞ്ഞത് അവർ നെഗറ്റീവ് പുട്ട് ഓപ്ഷനിൽ, അതായത് പുട്ട് ഓപ്ഷനിൽ അവർ കുറച്ച് ലോങ് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് വേണമെങ്കിൽ ഒരു ഈക്വലൈസ് ചെയ്യാനായിരിക്കും ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയിങ് പൊസിഷൻ അത് സ്ലൈറ്റ്ലി കുറച്ച് മാത്രം ഒന്ന് ബൈ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇൻഡിസിഷൻസാണ് നമുക്ക് FISൻ്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത്. ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് FISൻ്റെ ഭാഗത്തു നിന്നും ആൻഡ് DISൻ്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നില്ല. ബട്ട് ഫ്രൈഡേയിൽ 2000 1000 പ്ലസ് ക്രോറും ഇക്വിറ്റിയിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈ കണ്ട ആരും നിങ്ങൾ കോൾ ഓപ്ഷൻസിൽ പോയി ബൈ ചെയ്യാൻ നിൽക്കരുത്, ബിക്കോസ് അവർ ചെയ്തേക്കുന്നത് ഓൺലി ഇൻ ഇക്വിറ്റിയിലാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ കംപ്ലീറ്റ്ലി ന്യൂട്രലാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. 50,000 ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. ഈവൻ ആ ഒരു 50,000 ഈ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. ഇതിന് മേളിലേക്ക് നമുക്കൊരു നല്ല ക്ലോസിങ് കിട്ടുമോ, 4 hour ടൈം ഫ്രെയിമോ 1 hour ടൈം ഫ്രെയിമിൽ നല്ല ക്യാൻഡിൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. ആൻഡ് ഈവൻ നിഫ്റ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞതും ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളെയും കൂടി ഒരു അനാലിസിസ് നടത്തിയിട്ട് നല്ലൊരു കാര്യം ചെയ്യുക. മീൻസ് എക്സിറ്റ് പോളൊക്കെ നല്ല ഇതാണെന്ന് പറഞ്ഞ് ഓൾറെഡി നാളെ നമുക്ക് ഒരു ദിവസം കൂടി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ നിങ്ങൾ ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ മീൻസ് അല്ലെങ്കിൽ ട്യൂസ്ഡേ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും വന്നാൽ അത്രയും ഹെവി പൊസിഷൻസിൽ കയറാണ്ടിരിക്കുക. മീൻസ് ഓൾറെഡി നമ്മൾ അതിനനുസരിച്ച് വലിയ ഒരു ലോസ് വരാത്ത രീതിയിലുള്ളൊരു പൊസിഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ നമുക്ക് ആ അപ്പ് ആൻഡ് ഡൗൺ രണ്ടും സേഫ് ആക്കുന്ന രീതിയിൽ ആ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അതാണ്. അല്ലെങ്കിൽ അത്രയും അതിന് ഓൾമോസ്റ്റ് ഒരു 1 lakh ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫണ്ട് ഇല്ലാത്തവർ ഉള്ള ക്യാപിറ്റൽ കളയാണ്ട് നോക്കുക. അതാണ് നമ്മൾ എപ്പോഴും നമ്മളെ ചാനലിലൂടെ പറയുന്നത്. മീൻസ് അനാവശ്യമായിട്ടുള്ള ഈവൻ വിക്സ് ആയിട്ടാണെങ്കിലും നല്ല പ്രീമിയത്തിൽ നിൽക്കുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കിട്ടാം. ഒരു ട്രെൻഡിങ് വന്നാൽ തന്നെ ഈ പറഞ്ഞ മാതിരി നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ വിക്സ് ഡൗൺ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രീമിയത്തിൻ്റെ പ്രീമിയവും ഡൗൺ ആയി പോകും. നമ്മൾ മേടിച്ച് നിഫ്റ്റിയൊക്കെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്രയും പ്രീമിയം വിക്സ് കൂടി നിൽക്കുന്നതാണ്. അപ്പോൾ ആ പ്രീമിയം ഡൗൺ ആയി തന്നെ നിൽക്കും. ആൻഡ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഒരുപാടുണ്ട്. ഓൾറെഡി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻസ് ആക്കുന്നില്ല. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.